ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ കോലാഹലം അവസാനിച്ചു കഴിഞ്ഞാൽ വോട്ടിംഗ് സമയത്ത് പ്രാദേശിക തലത്തിൽ നിന്നും കിട്ടുന്ന ചില വർത്തമാനങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറേക്കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നേതാക്കൾക്ക് ആ മണ്ഡലത്തിന്റെ ഗതി മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയാണ് UDF അവിടെ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസും UDFും അവകാശപ്പെടുന്നത്. അതിന് 2-3 കാരണങ്ങളുള്ളത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം കഴിഞ്ഞ 2-3 ഉപതെരഞ്ഞെടുപ്പുകളിൽ, അതായത് തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, ചേലക്കര അടക്കം തെളിഞ്ഞു കഴിഞ്ഞു. അത് ഒരു UDFിന് അനുകൂലമായ മണ്ഡലമായ നിലമ്പൂരിലും നിലനിൽക്കുമെന്ന് ആദ്യം കണക്കുകൂട്ടി. പക്ഷെ അതിൽ പ്രശ്നമായത് ശ്രീ PV അൻവറിന്റെ നിലപാടുകളായിരുന്നു. അൻവർ UDFിനൊപ്പം വരുമെന്ന് ഒരു സന്ദേശം നൽകി. ആ സന്ദേശം UDFിന് അൻവർ പോയിട്ടും ഗുണമാവുകയും അൻവറിന് വിനയാവുകയും ചെയ്തു. കാരണം UDFിനോടൊപ്പം നിൽക്കാൻ സന്നദ്ധനാണ് എന്ന് LDF വിട്ട ഒരു നേതാവ്, MLA പറയുമ്പോൾ അത് UDFിനൊപ്പം നിൽക്കുന്നു എന്നുള്ള ആ ഒരു അഭിപ്രായം തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷം വരെ അവിടെ നിന്നു. പിന്നീട് അൻവർ നിലപാടൊക്കെ മാറ്റിയെങ്കിലും അദ്ദേഹം UDFിനെ കുറ്റം പറഞ്ഞില്ല. VD സതീശനോടുള്ള വ്യക്തിപരമായ ചില കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ആ ഘടകം UDFിന് അനുകൂലമായി. കാരണം ജയിക്കുന്ന 2 മുന്നണികൾ എന്ന് വെച്ചാൽ മത്സരിക്കുന്ന പ്രമുഖരായ 2 മുന്നണികൾ, അതില് UDFിനാണോ LDFിനാണോ വോട്ട് കൊടുക്കേണ്ടത്? അപ്പൊ അൻവറിന്റെ ചിന്തയെ അനുകൂലിക്കുന്നവർ പോലും ജയിക്കുന്ന UDFിന് വോട്ട് കൊടുക്കുന്നതല്ലേ ഭംഗി, അതോ അൻവറിന് വോട്ട് കൂട്ടുന്നതാണോ എന്നൊരു ചിന്ത വന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും അത് ജയിക്കുന്ന പാർട്ടിക്ക് കിടക്കട്ടെ എന്ന് വെച്ചിട്ട് UDFിന് വോട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഇന്ന് അൻവർ പറഞ്ഞത് ഞാൻ തോറ്റാലും UDF ആണ് അവിടെ ജയിക്കേണ്ടതെന്ന്. പിന്നെ ശ്രീ സജീവനോട് പറയുന്നത് കേട്ടു UDFിന്റെ വോട്ടുകളൊന്നും പിടിക്കാൻ പാടില്ല. അതെങ്ങനെയാ മനസ്സിലാക്കാൻ പറ്റുക? UDFിന്റെ വോട്ടുകൾ അൻവറിന് പാടില്ല എന്ന് അൻവർ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ UDFിന്റെ വോട്ടും LDFിന്റെ വോട്ടും ഒക്കെ അൻവറോട് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ പോകും. പക്ഷെ അവിടെ UDFിന്റെ മികച്ച വിജയത്തിനുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. ആ പാർട്ടി CPMനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണ്. അതുപോലെ തന്നെ മലപ്പുറത്തെ അധിക്ഷേപിച്ച ചില മുഖ്യമന്ത്രിയുടെ ഈ മലപ്പുറം പ്രസ്താവനയൊക്കെ അവിടെ ചർച്ച ചെയ്തതാണല്ലോ. അത് മാത്രമല്ല വേറെ ചില ഘടകങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം UDF ഫലപ്രദമായി ഉപയോഗിച്ചു. എന്തുകൊണ്ട് മലപ്പുറത്തിനെതിരെ പ്രസംഗിച്ചു എന്നുള്ള UDFിന്റെ ആരോപണമാണ്. ഈ ആരോപണം അവിടെ ഫലപ്രദമായി അവർ വിനിയോഗിച്ചു. മാത്രമല്ല ക്ഷേമ പെൻഷന്റെ കാര്യങ്ങളും മറ്റു പല ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം ചർച്ചയായി. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടെ പിന്നെ ആർക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക? അപ്പൊ അതുകൊണ്ട് UDFിനെ തോൽപ്പിക്കാനായിട്ട് പാർട്ടി ഒരു പരീക്ഷണം നടത്തിയത്, പാർട്ടി ചിഹ്നം കൊടുത്ത് അവരുടെ സെക്രട്ടേറിയറ്റ് മെമ്പറായ M സ്വരാജിനെ അവർ സ്ഥാനാർത്ഥിയാക്കി. പക്ഷെ സ്വരാജ് നിലമ്പൂരുകാരനാണെന്ന് ആണെങ്കിൽ പോലും അദ്ദേഹം എറണാകുളത്ത് തൃപ്പൂണിത്തുറ മത്സരിക്കുമ്പോൾ ഞാൻ എറണാകുളംകാരനാണ്, ഇവിടെ സ്ഥിരതാമസക്കാരനാണ് എന്നുള്ള ഈ പ്രചാരണം UDF അവിടെ ശക്തമായിട്ട് കൊണ്ടുപിടിച്ച് നടത്തി. അപ്പൊ ഇതെല്ലാം എല്ലാ ഘടകങ്ങളും LDFിന് എതിരായിരുന്നു. UDFിനാകട്ടെ എതിരായ ഘടകം എന്ന് പറയാവുന്നത് സത്യത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. ഈ VD സതീശനെതിരെ അൻവർ പറഞ്ഞതാണ്. അത് പക്ഷേ വോട്ടിങ്ങിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, ജനങ്ങൾക്കതൊരു വിഷയമല്ല. LDF ആകട്ടെ അവർക്കൊരു ഭരണ നേട്ടത്തെ കുറിച്ചൊരു അജണ്ട ഉണ്ടാക്കിയില്ല. UDF ആണെങ്കിൽ ഭരണ വിരുദ്ധത അജണ്ടയാക്കി. LDF ആകട്ടെ അവരെ ഓരോ ദിവസവും ഓരോ അസ്വസ്ഥത ഉണ്ടാക്കുന്ന അജണ്ട കൊണ്ടുവന്നു. ആദ്യം PDPയെ കൊണ്ടുവന്നു, ജമാഅത്തിനെ കൊണ്ടുവന്നു, പെട്ടിവിവാദം കൊണ്ടുവന്നു, ആ കെണിയിൽപ്പെട്ട് ഒരു കുട്ടി മരിച്ചത് കൊണ്ടുവന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഓരോ ദിവസവും ഓരോ അജണ്ട. അപ്പൊ ജനങ്ങൾക്ക് വിശ്വാസം ഇല്ലാതായി. ജയിക്കാൻ വേണ്ടി ഓരോന്ന് LDF പറയുന്നു. അവർ 9 വർഷം ഭരിച്ചിട്ട് ജനങ്ങൾക്ക് ഇന്നത് ചെയ്തു എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ജനങ്ങൾ ചിന്തിച്ചു. അതോടുകൂടി അത് മാത്രമല്ല ഈ പിൻവാതിൽ നിയമനവും തൊഴിലില്ലായ്മയും PSCയുടെ നിയമനം നടക്കാത്തതും അതുപോലെ പെൻഷൻ വൈകുന്നതും ധൂർത്തും അഴിമതി ഇതെല്ലാം അവിടെ ചർച്ചയായി. അങ്ങനെ ചർച്ചയായപ്പോൾ UDFിന് അനുകൂലമായ നിലപാട് അവർ അവിടെ വന്നു എന്നാണ് UDF കണക്കാക്കുന്നത്. പക്ഷേ ജനങ്ങൾ വോട്ട് ചെയ്തത് ആർക്കാണെന്നുള്ളത് നമുക്കറിയണമെങ്കിൽ പ്രവചനം കൊണ്ട് പറ്റത്തില്ല. അത് വോട്ട് എണ്ണുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അതേ ഞാൻ പറഞ്ഞത്, തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തെ കോലാഹലങ്ങൾ അടങ്ങിയ ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം വെച്ചുകൊണ്ട് അവിടെ UDFിന് നല്ലൊരു വിജയം എന്തായാലും പ്രതീക്ഷിക്കാം. ഒരു 10,000-നും 20,000-നും ഇടയ്ക്കൊക്കെ ഭൂരിപക്ഷർക്ക് ലഭിക്കാം. ഇതിന് കൂടാമെന്ന് UDFിലെ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാവും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വളരെ ഭംഗിയായിട്ട് ഒരുവിധ പരിക്കുമില്ലാതെ UDF അവിടെ രക്ഷപ്പെട്ടു പോരുമെന്ന്
ആണ് അവിടെ നിന്ന് കിട്ടുന്ന വാർത്തകൾ. ഇതേ ആത്മവിശ്വാസം പക്ഷേ LDF ക്യാമ്പിലില്ല. അവര് പറയുന്നത് ഞങ്ങൾ 1600 ജയിക്കും, 2000 ജയിക്കും. പിന്നെ ഗോവിന്ദ മാഷ് പറഞ്ഞ വോട്ടിന്റെ കണക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല. 1600 ജയിക്കുന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആലോചിച്ചറിയാം, ജയിക്കില്ല എന്നറിയാം. അതൊരു കഷ്ടിമുഷ്ടി ജയിക്കുന്നൊക്കെ പണ്ട് തൊട്ട ആളുകൾ പറഞ്ഞു തുടങ്ങുന്നതാണ്. അത് ജയിക്കില്ലെന്നറിയാം. ഇതുപോലെ ഒരു വടകരെ പറഞ്ഞു അവരുടെ KK ശൈലജ ടീച്ചർ നിസ്സാര വോട്ടിന് ജയിക്കുന്നത്, തോറ്റുപോയി. അതുപോലെ പാലക്കാട് ഒരു 2ാം സ്ഥാനത്ത് എത്താനുള്ള ശ്രമം നടന്നില്ല, 3ാം സ്ഥാനത്ത് നിന്നു. ചേലക്കരയിൽ അവരെ ജയിക്കും എന്നവർ പറഞ്ഞിരുന്നു. പക്ഷേ 39,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നിന്നും 12,000 കുറഞ്ഞു. 27,000 വോട്ട് അവിടെ നഷ്ടപ്പെട്ടു. വയനാടാണെങ്കിൽ അവര് ലോക്സഭാ മണ്ഡലത്തിൽ ജയിക്കില്ലെന്ന് അവർക്കറിയാം. പക്ഷെ അവര് പല മണ്ഡലങ്ങളിലും അവർക്ക് സ്വാധീനം ഉണ്ടാകുമോ എന്നവർ ചിന്തിച്ചു. പക്ഷെ മന്ത്രി കേളുവിന്റെ മണ്ഡലം അടക്കം പ്രിയങ്ക ഗാന്ധി പിടിച്ചു. അവിടെ നിലമ്പൂരിൽ നിന്ന് 65,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കിട്ടി. ഇതെല്ലാം വെച്ചുകൊണ്ട്, സാഹചര്യം വെച്ചുകൊണ്ട് UDF അനുകൂലമാണ്. പക്ഷെ ജനങ്ങളുടെ മനസ്സ് എപ്പോഴും നമ്മൾ അത് കാണണം. കാരണം ജനങ്ങളുടെ മനസ്സ് എന്ന് പറയുമ്പോൾ അവർക്ക് ഏത് നിമിഷവും വേണമെങ്കിൽ മാറാവുന്നൊരു മനസ്സാണ്. ആ മനസ്സ് അവരെ വോട്ട് ചെയ്യുമ്പോൾ മാത്രമല്ല, ഇപ്പൊ ഒരാൾ വോട്ട് ചെയ്ത് എന്താണെന്ന് പുറത്തറിയാൻ പറ്റാത്തിടത്തോളം കാലം, ആരാർക്ക് വോട്ട് ചെയ്തെന്ന് നമുക്ക് പറയാൻ പറ്റാത്തിടത്തോളം കാലം അത് കൃത്യമായിട്ട് കണക്ക് നമുക്ക് ലഭിക്കില്ല. പക്ഷെ സാധാരണ രീതിയിൽ രാഷ്ട്രീയം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾക്ക് കണ്ടവർക്ക് മനസ്സിലാകാവുന്നത് സാഹചര്യം വെച്ചുകൊണ്ടുള്ള ഒരു വിലയിരുത്തലാണ്. ആ വിലയിരുത്തലിൽ UDF നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും. തീർച്ചയായും. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ ഒരു നിലമ്പൂരിലെ തുടക്കം മുതൽ തന്നെ ഈ നിലമ്പൂരിൽ അൻവർ എന്നൊരു ഫാക്ടർ അത് വളരെ പ്രധാനപ്പെട്ടാണ്. മാത്രമല്ല ജനകീയ മുഖമുള്ള ഒരു നേതാവ് തന്നെയാണ് അൻവർ. അൻവറിന്റെ ഒരു വോട്ട് വിഹിതം അല്ലെങ്കിൽ അൻവർ എന്നൊരു വോട്ട് ബാങ്ക് എത്രത്തോളമാണ് മറ്റ് മുന്നണികളെ സ്വാധീനിക്കുന്നത്? കാരണം അൻവർ പിടിക്കുന്ന വോട്ട് LDF-ന്റേതാവുമെന്ന് UDF-ഉം UDF-ന്റേതാകുമെന്ന് LDF-ഉം പറയുന്നുണ്ട്. അതൊക്കെ ചർച്ചകളിൽ സജീവമാണ്. എങ്കിലും ഈ ഒരു രീതിയിൽ അൻവറിന് അനുകൂലമായ ഒരു അടിയൊഴുക്കുകൾ ഉണ്ടാകാനുള്ളൊരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല മലയോര മേഖലയിലെ ഒരു ക്രൈസ്തവ വോട്ടുകളുടെ വോട്ട് ഷെയർ അത് NDA ഉയർത്താനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ടോ നിലമ്പൂരിൽ? അല്ല, BJP സ്ഥാനാർത്ഥിക്ക് അവിടെ കഴിഞ്ഞ തവണ കിട്ടിയത് 8,000 വോട്ടുകൊണ്ടാണ്. അത് മാക്സിമം അവർക്ക് ലഭിക്കാൻ പോകുക ഒരു അത്രയൊക്കെ തന്നെ കിട്ടുള്ളൂ. അതിലും കൂടുതലോ കുറയാനാണ് സാധ്യത, കൂടാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാല്, ഈ അൻവർ എന്ന് പറയുന്നത് ഒരു ഘടകമായിരുന്നു. അത് അദ്ദേഹം LDF-ൽ നിൽക്കുമ്പോഴാണ്. അത് LDF നിൽക്കുമ്പോഴാണ് അൻവറിന് ഒരു സ്വതന്ത്രമായ അൻവറിന് CPM-ന്റെ വോട്ടും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വോട്ടും അന്ന് സ്ഥാനാർത്ഥിയായിരുന്ന ആര്യാടൻ ഷൗക്കത്തിനോടുള്ള എതിർപ്പുള്ള മറ്റേ വിമർശിക്കുന്നവരുടെ വോട്ടും ഒക്കെ ചേർന്നിട്ടാണ് അൻവറിന് ഭൂരിപക്ഷം കിട്ടിയത്. അത് കഴിഞ്ഞ തവണ 2,700 മാറി. ആദ്യം 12,000 2,700 മാറി. അപ്പൊ നിങ്ങൾ ആലോചിക്കൂ, അതൊരു ആദ്യം 2016 വന്ന എങ്ങനെയാണ്? അന്ന് ഉമ്മൻചാണ്ടിയാണ് ഭരിച്ചിരുന്നത്. അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പാകുമ്പോൾ കുറച്ചൊരു ഭരണവിരുദ്ധ വികാരം വരും. അത് കിട്ടി. അൻവറിന്റെ വ്യക്തിപരമായ വോട്ട് കിട്ടി. അത് കൂടാണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വോട്ടും കിട്ടി. അതിനുശേഷം 2021 വന്നപ്പോഴോ അവിടെ അന്ന് LDF ആണ് ഭരിക്കുന്നത്. അന്നത്തെ പ്രത്യേക രോഗാവസ്ഥയും കോവിഡ് സാഹചര്യമൊക്കെ വന്നപ്പോൾ എല്ലായിടത്തും LDF ജയിച്ചു. പക്ഷെ അൻവറിന് ഇത്ര വലിയ ജനപ്രിയനായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് 2,700 താണുപോയത് അൻവറിന്റെ ഭൂരിപക്ഷം ഈ LDF-ന്റെ ഒപ്പം നിന്നിട്ട്? അപ്പൊ അതും കഴിഞ്ഞു. അതിനുശേഷമുള്ള അൻവറിന്റെ ഭൂരിപക്ഷം, അൻവറിന്റെ ജനഹിതം പരിശോധിച്ചത് ഇപ്പോഴാണ്. അത് അൻവർ തന്നെ ഇല്ലാതാക്കി. കാരണം 2 കാര്യം ഞാൻ പറയാം. ഒന്ന്, അൻവർ ആദ്യം രാജിവെച്ചു. അപ്പൊ MLA സ്ഥാനം രാജിവെച്ചൊരാൾ വീണ്ടും എന്തിനാ MLA ആയിട്ട് 8 മാസത്തേക്ക് മത്സരിക്കുന്നത്? ഒരു പൊതു തെരഞ്ഞെടുപ്പാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ 8 മാസം മാത്രം കാലാവധി MLA-യുടെ കാലാവധി ബാക്കി നിൽക്കെ MLA സ്ഥാനം രാജിവെച്ചിട്ട് വീണ്ടും ജനവിധി തേടുന്നു. അതെന്തിനാണെന്നുള്ള ചിന്ത ജനങ്ങൾക്കിടയിൽ വരും. ഒന്ന്. രണ്ടാമത്, ഞാൻ ആദ്യം പറഞ്ഞ കാര്യം വോട്ട് പാഴാക്കണ്ടല്ലോ എന്നുള്ളത്. മൂന്നാമതൊരു വിഷയം എന്താ വെച്ചാല്, അൻവർ പറഞ്ഞു UDF-ന്റെ നിലപാടുകളെ അൻവർ പിന്തുണച്ചു. പിണറായി സം എന്ന് പറഞ്ഞുകൊണ്ട് LDF-നെ അഴിമതിക്കാരാക്കി ചിത്രീകരിച്ചു. അപ്പൊ അഴിമതിക്കാരാക്കി ചിത്രീകരിച്ച് അൻവർ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങൾ എന്താണ് ചിന്തിച്ചത്? അഴിമതിക്കെതിരെ ഒരു വോട്ട്. ആ വോട്ട് ജയിക്കുന്ന മുന്നണിക്കല്ലേ കൊടുക്കേണ്ട കാര്യമുള്ളൂ, പാഴാക്കേണ്ട കാര്യമില്ലല്ലോ. അതപ്പോ UDF-ന് കൊടുക്കും. അപ്പൊ അൻവർ എന്ന് പറയുന്നൊരു ഘടകമല്ലാതായി അവസാനമായപ്പം. പിന്നെ അൻവർ പിടിക്കുന്ന വോട്ടെന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് വ്യക്തിപരമായ ബന്ധമുള്ളവരേ ഉള്ളൂ. അത് UDF-നും LDF-നും ഉണ്ട്. അത് LDF-ന് കൂടുതലാവും. കാരണം കൂടുതലാവുമെന്ന് ഞാൻ പറയാൻ കാരണം 2010 തൊട്ട് അൻവർ അവരുടെ 10-16 വർഷമായിട്ട് LDF-ന്റെ ഒപ്പം CPM-ന്റെ ഒപ്പമാണ്. 16 വർഷം CPM-ന്റെ ഒപ്പം വെച്ചാൽ ഇന്നത്തെ യുവതലമുറയുടെ വോട്ട് അല്ലത്. അക്കാലത്ത് 16 വർഷം മുമ്പ് 20 വയസ്സുള്ളവർക്ക് 36 വയസ്സ്. അത് UDF-കാരനാണെങ്കിൽ എന്തായാലും അത് UDF-ന് വോട്ട് ചെയ്യുള്ളൂ. മറിച്ച് LDF-നൊപ്പം നിന്ന 20 വയസ്സുകാരനാണെന്നുണ്ടെങ്കിൽ ഇന്ന് 36 വയസ്സായാലും അയാൾ LDF-നൊപ്പം നിൽക്കും. LDF-ലെ അൻവർ ഫാക്ടർക്ക് ഉണ്ട്. അൻവറിന്റെ അടുപ്പമുണ്ടെങ്കിൽ അൻവറിനൊപ്പം നിൽക്കും.
അപ്പൊ അതുകൊണ്ട് നഷ്ടപ്പെടാൻ കൂടുതൽ സാധ്യത LDF-ൽ നിന്നാണ്. പക്ഷെ LDF-ലെ CPM വോട്ട് നഷ്ടപ്പെടാൻ സാധ്യതയില്ല. അത് ആ വോട്ട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു 36,000 35,000 വോട്ട് എന്തായാലും അതൊക്കെ അവരുടെ വോട്ട് അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ജയിക്കുന്നുള്ള വിശ്വാസം പ്രകടിപ്പിക്കാത്തത്. 35,000 വോട്ടിൽ കൂടുതൽ ഇന്നേവരെ CPM അവിടെ കിട്ടിയിട്ടില്ല. അവര് പണ്ട് ജയിച്ചതൊക്കെ ഈ മുന്നണിയിലെ ലീഗ് അപ്പുറത്ത് നിന്നതും അതുപോലെ വലിയ രാഷ്ട്രീയ കക്ഷികളുടെ മാറ്റത്തിനിടയിലാണ് അവർ 2 തവണ അരിവാൾ ചുറ്റിയ നഷ്ടത്തിൽ ജയിച്ചത്. അതിനുശേഷമൊക്കെ അവർ സ്വതന്ത്രമാരെ വെച്ച് ജയിപ്പിക്കുക ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇത്തവണ പരീക്ഷണത്തിന് CPM പോയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് ഈ സ്വരാജിനെക്കാട്ടിലും മികച്ച സ്ഥാനാർത്ഥി ആവില്ല സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നവർ ചിന്തിച്ചു കാണും. എന്തായാലും അൻവർ ഫാക്ടർ ആയിരുന്നു, പക്ഷെ അത് അദ്ദേഹം തന്നെ സ്വയം ഇല്ലാതാക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.